ഹായ്. ഇപ്പോൾ റീസെൻ്റ്ലി എംസോൺ വഴി പരിഭാഷ ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു അമേരിക്കൻ പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് ഹൊറർ ത്രില്ലർ ചിത്രമായിരുന്നു 28 Days Later എന്നുള്ളത്. ഈ ഒരു സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു ചിത്രം ഞാൻ പറഞ്ഞു മലയാള പരിഭാഷ നടത്തിയിട്ടുണ്ട് എംസോണിൽ. പരിഭാഷാ നമ്പർ എന്നുള്ളത് 3435 എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിഷ്ണു പ്രസാദ് എന്ന് പറയുന്ന ആളാണ് ചിത്രത്തിൻ്റെ പരിഭാഷയും നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ 28 ദിവസം കഴിഞ്ഞാണ് നായകൻ എഴുന്നേക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമാക്കി പറയാം, നമ്മുടെ നായകൻ ഒരു ആക്സിഡൻറ്റിൽ പെടുകയാണ്. അതിനുശേഷം ഇദ്ദേഹം കോമ സ്റ്റേജിൽ പോയി. ആ പോകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ചുറ്റുപാടും ഒക്കെ തന്നെ നോർമൽ അന്തരീക്ഷം തന്നെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. എന്തുകൊണ്ടെന്ന് ഞാനിപ്പോൾ വഴിയെ പറയാം. എന്തായാലും അദ്ദേഹം കോമയിൽ പോയിട്ട് 28 ദിവസങ്ങൾക്ക് ശേഷം കണ്ണു തുറക്കുകയാണ്, അല്ലെങ്കിൽ കോമയിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി, ഇവിടെ മനുഷ്യരായിട്ട് ആരുമില്ല, എന്തോ വൈറസും കാര്യങ്ങളൊക്കെ സ്പ്രെഡായിട്ട് എല്ലാം കൂടെ സോംബിയായി മാറിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ശേഷം അദ്ദേഹം അതിജീവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ സോംബീസിൻ്റെ ഇടയിൽ നിന്നൊക്കെ തന്നെ അതിജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് മറ്റു ചില കഥാപാത്രങ്ങൾ കൂടി കടന്നെത്തുകയാണ്. അതൊക്കെ എന്താണെന്നൊക്കെയുള്ള സിനിമ ഉണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാം. പിന്നീട് നടക്കുന്ന സംഭവകാശങ്ങളായിരുന്നു ചിത്രത്തിൻ്റെ ഒരു പ്രമേയം എന്നുള്ളത്. സിനിമ ഒരു യൂഷ്വൽ സോംബി അറ്റാക്ക് ഫിലിം ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. കാരണം ഈ ഒരു ടോട്ടാലിറ്റിക്കുള്ളിൽ ഇതുപോലെ തന്നെ സോംബീസിൻ്റെ അറ്റാക്കിങ് നേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അറ്റാക്ക് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ആളും സോംബീസായി മാറുന്നു, അല്ലെങ്കിൽ കടിയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ സോംബീസായി മാറും. അതുകൊണ്ട് തന്നെ ഈ സോംബീസിൻ്റെ അരികിൽ നിന്നും ഇവർ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് തന്നെയാണ് കഥ എന്നുള്ളത്. പക്ഷേ ഇത് അവതരിപ്പിച്ച് പോകുമ്പോഴത്തേക്കും ഇതിന് പുറമെ മറ്റ് ചില കുറേ എലമെൻറ്റ്സ്, അല്ലെങ്കിൽ കുറേ കിടിലൻ മൊമെൻറ്റ്സ് പ്രേക്ഷകർക്ക് ഈ ഒരു ചിത്രത്തിൻ്റെ കഥയിലൂടെ തരുന്നുണ്ട്. എസ്പെഷ്യലി ഈ സിനിമയ്ക്കുള്ളിൽ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. അവരുമായിട്ട്, അല്ലെങ്കിൽ നായകനും നായികയും ഒരു അച്ഛനും മകളും, ഇവരൊക്കെ ഇവരെല്ലാം കൂടിയാണ് ഈ ഒരു സിനിമയുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് എന്നൊക്കെ ഉള്ളത് വളരെ രസമായിട്ടാണ് കഥയ്ക്കുള്ളിലൂടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ നമ്മളും ഇതിൻ്റെ ഒരു ഭാഗമാകും, അല്ലെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വളരെ അട്രാക്റ്റീവായിട്ട് ഇവരുടെ ലൈഫ്, അല്ലെങ്കിൽ ഇവരുടെ പ്രകടനം എന്നൊക്കെയുള്ളത് തോന്നും. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ കേവലം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഒരു സോംബി അറ്റാക്ക് ഫിലിം എന്നുള്ള രീതിയിൽ പോകാതെ മറ്റ് ചില കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവവികാസങ്ങളും സിനിമയ്ക്കുള്ളിൽ കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ ഉള്ള ആ ഒരു ഇൻട്രസ്റ്റ് പോവും. അതുകൊണ്ട് തന്നെ പറയുന്നില്ല, കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. അത്തരത്തിൽ ഒരു യൂണീക്ക് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. അതുപോലെ തന്നെ കിടിലൻ പ്രകടനങ്ങളും നിങ്ങൾക്ക് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ആ കഥാപരിസരം അത്രത്തോളം നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത് കിടിലൻ പ്രകടനങ്ങൾ കൂടി എത്തിയപ്പോഴാണ്. എടുത്തു പറയേണ്ടത് സിലിയൻ മർഫിയാണ് ഹീറോ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആ ഒരു 28 ദിവസങ്ങൾക്ക് ശേഷം കോമയിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആൾ അദ്ദേഹമാണ്. കിഡുമായിട്ടുള്ള പ്രകടനമാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നായികയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് നവോമി ഹാരിസ് എന്ന് പറയുന്ന ആക്ട്രസ് ആണ്. പുള്ളിക്കാരത്തിൻ്റെ പ്രകടനമാകട്ടെ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു ഹന്ന എന്ന് പറയുന്ന ഒരു കുട്ടി ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു മേഗൻ ബേൺ എന്ന് പറയുന്ന ഒരു കൊച്ചു ആക്ട്രസ് ആണ്. ഇപ്പോൾ കൊച്ചൊന്നും അല്ല, വലുതായി കാണുമല്ലോ. കാരണം ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 2002 എന്തോ കേട്ടോ. എന്തായാലും ആ ഒരു ആക്ട്രസിൻ്റെ പ്രകടനമായിട്ട് ഇതൊക്കെ തന്നെ നല്ല കിഡുമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി സിലിയൻ മർഫിയുടെ കാര്യം തന്നെയാണ് പറയേണ്ടത്. ഞാൻ കൂടുതലായിട്ട് പറയേണ്ടല്ലോ, അദ്ദേഹം ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന, അല്ലെങ്കിൽ കാലിബർ ഉള്ള ഒരു ആക്ടറാണ്. രസമായിട്ടാണ് പുള്ളി ഈ ഒരു സിനിമയ്ക്കുള്ളിലും ആ കഥാപാത്രത്തെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. കൂടാതെ ഈ ഒരു സിനിമയുടെ ഒരു മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡാനി ബെയിലാണ് ചിത്രത്തിൻ്റെ ഡയറക്ടർ എന്നുള്ളത്. അദ്ദേഹം ഒരു പ്രത്യേക ഒരു രീതിയിലാണ് സിനിമയെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ സിനിമയുടെ ആ ഒരു ഡാർക്ക്നെസ് ഒന്നും ചോരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു വേറിട്ട ടൈപ്പിലാണ് സിനിമയെ ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ഫീലാകും. അത്തരത്തിലുള്ള ആ ഒരു മേക്കിങ്ങും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫി കാഴ്ചയാകട്ടെ, അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ മ്യൂസിക് വർക്ക് എടുത്തു പറയണം. അതൊക്കെ തന്നെ കിഡുമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. മൊത്തത്തിൽ പറയുമ്പോഴേ ഈ ഒരു സിനിമ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്കാം. കാരണം ഒരു വേറിട്ട എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകർക്ക് നൽകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അത്തരത്തിലുള്ള ഒരു കിഡു സിനിമ തന്നെയായിരുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു സിനിമ ഫാമിലിയായിട്ട് മാത്രം ആലോചിക്കേണ്ട. കാരണം വയലൻസ് നല്ല രീതിയിലുണ്ട്, 18+ കണ്ടന്റ്, ന്യൂഡിറ്റി തുടങ്ങിയ കാര്യങ്ങൾ നല്ല രീതിയിലുണ്ട്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പ്രായപൂർത്തി അവർ മാത്രം ഇരുന്ന് കാണാനും കൂടി ശ്രമിക്കുക. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 7 out of 10 ആണ് നൽകുന്നത്, 10-7. തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചേക്കുക. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ സോംബി അറ്റാക്കിംഗ് ഫിലിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ്. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.